എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷമായിരിക്കട്ടെ ഈ 2020 എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പുതുവർഷമായിട്ട് ചെറിയൊരു മധുരമാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇലയുടെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടമാകുന്ന ഈ ഒരു ഇലയുടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ മെയിനായിട്ടും ചേർക്കുന്നത് ചക്ക വരട്ടിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടിയത് മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി വേണം. ഇനി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള വാഴയില അല്ലെങ്കിൽ വട്ടയില വേണം. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക വരട്ടിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കയുടെ സീസണൊക്കെ വരുമ്പോൾ നല്ല പഴുത്ത ചക്ക ശർക്കരയും നെയ്യും ഒക്കെ ഇട്ട് വരട്ടി ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പലഹാരങ്ങൾ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഇതിനു മുൻപ് നമ്മളൊരു വയനയില കൊണ്ടിട്ടുള്ള അപ്പം ചെയ്തിട്ടുണ്ട്. അതും ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ ആ തേങ്ങയും ചക്ക വരട്ടിയതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഇലയടയിൽ നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ ചിരകിയിട്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതില്ലാതെയും ഈ ഒരു ഇലയട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അളവനുസരിച്ചിട്ട് എല്ലാം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് എല്ലാ പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഇലയിൽ പരത്തിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു ഇല എടുക്കുക, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ഓരോ ഉരുളകളാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ടിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ ഫില്ലിംഗ് ഇല്ലാതെയാണ് ഈ ഒരു അട തയ്യാറാക്കിയെടുക്കുന്നത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു മാവിൽ തന്നെ നല്ലൊരു മധുരവും തേങ്ങയും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കനം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വെള്ളം കൂടെ കയ്യിൽ തൊട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ആവിയിൽ പുഴുങ്ങിയ സ്നാക്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി. എണ്ണയിൽ വറുത്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും ആവിയിൽ പുഴുങ്ങിയ ആഹാരങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കുക. അപ്പോൾ ഇതിനി നമുക്ക് പല രീതിയിൽ മടക്കാം. അപ്പോൾ ആദ്യത്തേത് ഞാനിതുപോലെ സാധാരണ പോലെ ഒന്ന് മടക്കാണ്. ഇനി ഇതല്ലാതെ മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് മടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു സൈഡിൽ നിന്ന് അകത്തോട്ട് മടക്കുക, പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാക്കുക. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആവി കയറ്റിയെടുക്കാം. ഇത് ആവി കയറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടട ആയിട്ടും തയ്യാറാക്കിയെടുക്കാം. അതായത് ദോശ തവയിലിട്ട് തിരിച്ചു മറിച്ചു വിട്ട് ചുട്ടെടുക്കുന്നതിനാണ് ഓട്ടട എന്ന് പറയുന്നത്. അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആവിയിൽ പുഴുങ്ങുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റും ഗുണവും കിട്ടുക. അപ്പോൾ എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒരു 10-20 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇഡ്ഡലി കുട്ടകത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം വെക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇല വെച്ച് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആവിയൊക്കെ പോയി ചൂടൊക്കെ മാറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ തെരളി അല്ലെങ്കിൽ വയണയില കൊണ്ട് ഉള്ള അപ്പം അതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇതും അടിപൊളി ടേസ്റ്റാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ചക്ക വരട്ടിയത് ഇല്ലാന്നുണ്ടെങ്കിൽ പകരത്തിന് നിങ്ങൾക്ക് ഏത്തയ്ക്ക വഴട്ടിയത് അതുപോലെ തന്നെ പഴം ഒക്കെ ചേർത്തിട്ടും ഈ ഒരു മാവ് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ആവിയിൽ പുഴുങ്ങിയ ആഹാരങ്ങളൊക്കെ മക്കൾക്ക് തയ്യാറാക്കി കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. അപ്പോൾ എല്ലാവരുടെയും വർഷം നല്ലൊരു സന്തോഷം നിറഞ്ഞാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്